ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ, കുറച്ച് തിരക്കായിപ്പോയി. ഇപ്പം വന്നപ്പം നല്ല അടിപൊളി ഒരു വണ്ടി കൊണ്ടാണ് വന്നത്. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വാഹനങ്ങളും ആദ്യം ഓടിക്കുന്നൊരു ശീലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് ഈ ഒരു വാഹനവും പുതിയ ഹണ്ടറും നമുക്ക് ഓടിക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ നേരെ നമ്മുടെ സെൻറ്റ് മേരീസ് മോട്ടോഴ്സ് തിരുവല്ലയിൽ വന്നു. അപ്പം നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ അതിലെ നല്ല കളർ നോക്കി തന്നെ എടുത്തു. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ക്ലാസിക് 650. ക്ലാസിക് 650യും ക്ലാസിക് 350യും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസാണ് ആദ്യത്തെ ഡിഫറൻസ്. ജസ്റ്റ് ക്യാമറ അതേ ആ വണ്ടിയിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ കാണാം. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് 350. ഏകദേശം ഈ ഒരു സൈസേ ഉള്ളൂ ക്ലാസിക് 350ക്ക്. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതിലോട്ട് നോക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഏകദേശം ഒരു ഇരട്ടിയും കൂടെ ഈ ഒരു വാഹനത്തിന് സൈസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 240 കിലോയുടെ മുകളിൽ ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യമാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് രണ്ട് കാലം പ്ലാനറായിട്ട് കുത്തിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങിയിരിപ്പുണ്ട്. അപ്പം ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫ്ലിക്ക് ചെയ്ത് കളിക്കാൻ എൻ്റെ ഒരു വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ഞാനൊരു 5 വെയിറ്റ് ഉള്ള ഒരാളാണ്. വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വണ്ടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വലിയ കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ബാലൻസ് കിട്ടും. പിന്നെ കയറി ഇരുന്ന് ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റുള്ള ഒരു വാഹനമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. മറ്റേ ഫ്രണ്ട് വെയിറ്റ് കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. എനിക്ക് ഹെഡ് വെയിറ്റ് അധികം ഈ ഒരു വാഹനത്തിന് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ആ ഒരു ഓടിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെ ഈ ഒരു വാഹനം ഫീൽ ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് സംശയം തീർക്കാനായിട്ട് ഞാൻ ഇതേലൊന്ന് കയറി ഇരുന്ന് കാണിച്ചു തരാം. ബുള്ളറ്റ് എന്ന് പറയുമ്പം ഇത്രേ ഉള്ളൂ. ഒറ്റ കൈ കൊണ്ടൊക്കെ പോകാൻ പറ്റും. ഈ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടാണ്. റെക്കോർഡറാണ്. ഇടയ്ക്ക് മൈക്ക് സ്റ്റക്കായി പോകുന്നുണ്ടാണ് റെക്കോർഡറായി പിടിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ബുള്ളറ്റിന് കാല് കുറച്ചുകൂടെ ഒന്ന് മടങ്ങിയിരിപ്പുണ്ട്. പക്ഷേ അതിൽ ജസ്റ്റ് ഒരു ഇച്ചിരി കൂടെ അപ്പായിട്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് എൻ്റെ കാലിരിക്കുന്നത്. അതായത് ഞാൻ ഈ ബുള്ളറ്റ് നിൽക്കുന്ന പൊസിഷനിലാണ് ഞാൻ ആ വാഹനത്തിൽ ഇരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസിക് 650യുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നത് തിരുവല്ലയിലെ സെൻറ്റ് മേരീസ് മോട്ടോഴ്സാണ്. അവരുടെ കാര്യം ഞാൻ എടുത്ത് പറയാം. എന്തെങ്കിലും ബുക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് 4 കളർ സ്കീമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കളർ സ്കീമിൽ ഒന്നാണിത്. ഒന്ന് പിന്നെ മറ്റേ ക്രോമിയം എഡിഷനാണ്, അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. വിലയുടെ കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ 2 സൈലൻസർ വന്നിട്ടുണ്ട്. കാരണം 650cc ആണല്ലോ, അതുകൊണ്ട് തന്നെ 2 എക്സോസ്റ്റ് പൈപ്പ് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ക്ലാസിക്കിൽ കണ്ടുവന്നിരിക്കുന്ന ടെയിൽ ലാമ്പ് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് ഈ ഒരു വാഹനത്തിന് സ്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ഈ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വൈഡായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നല്ല ബാക്കിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു എന്തോ ഒരു സാധനം വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് സിംഗിൾ സീറ്റർ ഞാൻ കൊണ്ടുവന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ലുക്ക്. മറ്റേ സീറ്റ് വെച്ച് കഴിയുമ്പോൾ വലിയ ലുക്കില്ല, സാധാ ബുള്ളറ്റ് പോലൊക്കെ തോന്നും. പിന്നെ ഈ ഒരു പെയിൻറ്റ് സ്കീം നൈസായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഈ റോയൽ എൻഫീൽഡ് എന്നുള്ള ഈ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര നൈസായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ ഇങ്ങോട്ട് ഹാൻഡിൽ ബാറിലേക്ക് വരികയാണെങ്കിൽ എല്ലാ 650cc കണ്ടുവന്നിരിക്കുന്ന അതേ ഹാൻഡിൽ ബാർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേ ഹാൻഡിൽ ബാർ എന്നല്ല, അതേ ഒരു ഡിസൈൻ തീമുള്ള ഹാൻഡിൽ ബാർ. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മീറ്റർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ എന്തൊക്കെ കണ്ടുവന്നിരുന്നു, അതായത് ഇപ്പോഴത്തെ പുതിയ ബുള്ളറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ട്രിപ്പർ നാവിഗേഷൻ, ഇവിടെ ഒരു ടൈമൊക്കെ കാണിക്കും, അങ്ങനെ ഒരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. ഇത് എക്സ്ട്രാ അല്ല, മീൻസ് ഇതേ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നൊരു സാധനമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. കാരണം ബാക്കി എല്ലാ 650cc നമ്മുടെ സൂപ്പർ മീറ്റിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രഷ്ഡ് അലുമിനിയം ആയിരുന്നു ഫിനിഷ് വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇത് ക്രോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഗ്ലോസി ഫിനിഷിലേക്ക്, കുറച്ചുകൂടെ തിളങ്ങി നിൽക്കുന്നൊരു ഫിനിഷിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയ്ക്ക് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ അതായത് 350നെ പോലെ ഭയങ്കര ചെറുതല്ല, കുറച്ചുകൂടെ നല്ല വലിപ്പത്തിലാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. പിന്നെ LED ടെയിൽ ലാമ്പ്, ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു വാഹനത്തിലും വന്നിട്ടുണ്ട്. കാരണം റോയൽ എൻഫീൽഡ് പുതിയ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. കാരണം അവരുടെ പഴയ പോലെ അല്ല, അവരിപ്പം ഹിമാലയനൊക്കെ ഇറക്കി മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വന്നു. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഇപ്പോൾ റോയൽ എൻഫീൽഡിനുണ്ട്. നന്നായിട്ട് തന്നെ മെച്ചപ്പെടുത്താനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. 100, 90, 19 MRFൻ്റെ ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ സ്റ്റോക്കായിട്ട് വരുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വരും. പിടിച്ചാൽ കിട്ടുന്ന ബ്രേക്കാണ്, അത് ഞാൻ പറയാം. ആ വഴിയിലോട്ട് ഞാൻ വരാം. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ നല്ല ചങ്കിയായിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബാക്ക് ടയറാണ് വന്നിരിക്കുന്നത്. അതിൽ ഡ്യുവൽ നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 140, 70, R18 ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നല്ല തിളങ്ങി നിൽക്കുന്ന ക്രോമിയത്തിൽ തീർത്ത അടിപൊളി എക്സോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേൾപ്പിക്കുക. എക്സോസ്റ്റ് കാണിച്ചിട്ട് നോട്ട് കേൾപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഒരു മിനിറ്റ്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. 650cc എല്ലാ റോയൽ എൻഫീൽഡിൻ്റെയും ഏകദേശം സെയിം എക്സോസ്റ്റ് നോട്ടാണ്. പക്ഷേ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പൊട്ടൽ, മീൻസ് ഒരു
മറ്റേ ബുള്ളറ്റിൻ്റെ ഒരു ഏകദേശ സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും, പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷാസിയൊക്കെ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഷാസിയാണ്. ഇതുവരെ ഷാസി ഒടിഞ്ഞു എന്നുള്ള കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ ഈ ഒരു വാഹനം കേൾപ്പിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അറിയാമല്ലോ 650cc എഞ്ചിനാണ്, ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. 50 മുകളിൽ ടോർക്കുണ്ട്, 46 മുകളിൽ പവറുണ്ട്, PHP ആണ് പറയുന്നത്. അപ്പം അത് കറക്റ്റായിട്ടുള്ള ഫിഗേഴ്സ് ഇവിടെ എഴുതി വരും. കാരണം നമ്മളിതൊരു ഹറിബറിയിൽ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്. കാരണം അതുകൊണ്ടാണ് കുറച്ച് ടെക്നിക്കൽ സാധനങ്ങളൊന്നും ഈ ഒരു വീഡിയോയ്ക്കകത്ത് അധികം ഞാൻ ഉൾപ്പെടുത്താത്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഒരു സോളോ ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. പിന്നെ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ഞാൻ ഒന്ന് കാണിച്ചതായിരുന്നു, എന്നാലും ഹാൻഡിൽ ബാറിൽ പിടിച്ച് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടാവും, കറക്റ്റ് നെഞ്ചും വിരിച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതുപോലെ തന്നെ മിറേഴ്സും കാര്യങ്ങളൊക്കെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും കയറി വരുന്നില്ല. പക്ഷേ ചെറിയ മിറേഴ്സാണ്. നമ്മുടെ ഇത്രയും ഭാഗം ഈ മിററിനകത്ത് കവറായി പോകുന്നതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു വാഹനത്തിൻ്റെ മിററിൽ കണ്ടു. അത് പിന്നെ ബുള്ളറ്റാണ്, സ്റ്റൈൽ നോക്കുമ്പോൾ നമ്മൾ വിസിബിലിറ്റിയും കൂടെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എക്സ്ട്രാ നിങ്ങളോട് പറയാനുണ്ട് ആസ് എ ബുള്ളറ്റ് യൂസർ. അതും ഇതും തമ്മിലുള്ളൊരു താരതമ്യം കാര്യങ്ങളൊക്കെ, ഇതും വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്തതാണ്. എന്നാലും കുറച്ചൊക്കെ ഇനി അഥവാ ഈ ഒരു 350 നിങ്ങൾക്ക് 650 അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, EMI ഡീറ്റെയിൽസ്, ഡൗൺ പേയ്മെൻറ്റ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ പെട്ടെന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര വിഷയമാണോ എന്ന് ചോദിക്കുന്നവർക്ക്, ഒറ്റ കയ്യിലാണ് ഞാൻ ഈ വണ്ടി എടുത്ത് പിടിച്ചിരിക്കുന്നത്. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ തട്ടിയേക്കാം, സ്റ്റാൻഡൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടി തള്ളാനോ ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അത്യാവശ്യം വലിയ കിലോ ഒന്നുമില്ല, ഒരു 85 കിലോ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. സുഖമായിട്ട് എനിക്ക് ഈ ഒരു വാഹനം തള്ളാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്താനും കാര്യങ്ങളും ഒക്കെ പറ്റും. പിന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് തിരിക്കാൻ ആരുടെ സഹായം വേണ്ട, അല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു വാഹനം തിരിഞ്ഞു പോകും. ഈ വണ്ടി ഞാനൊന്ന് ഓടിച്ചായിരുന്നു, ഒന്നല്ല കുറേ തവണ ഞാൻ ഓടിച്ചായിരുന്നു ഈ ഒരു വണ്ടി. പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ച വീഡിയോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ക്യാമറയുടെ ഹുക്ക്, അതായത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന സാധനം ഞാൻ എടുക്കാനായിട്ട് ചെറുതായിട്ട് മറന്നുപോയി. അപ്പോൾ വേറെ ആവശ്യത്തിന് വന്നപ്പോഴാണ് ഈ ഒരു വണ്ടി ഞാനെടുത്ത് ഓടിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പക്ഷേ ഓടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. കാരണം ഈ ഒരു വണ്ടിയിൽ കുറച്ച് പോസിറ്റീവ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സും ഉണ്ട് ഇൻ ദ റൈഡിങ്. അപ്പം ആദ്യത്തെ പോസിറ്റീവ് എന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് ഈ ഒരു സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കണമെങ്കിൽ ഇറങ്ങിയിരിക്കാം, ഫ്രണ്ടിൽ കയറിയിരിക്കണമെങ്കിൽ കയറിയിരിക്കാം. ഇതൊരു മിഡ് പൊസിഷനാണ്. മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതേ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. അതായത് നമ്മൾ ഇതിന് എക്കോ മോഡുണ്ട്, പവർ മോഡുണ്ട്, അങ്ങനെ കുറച്ച് മോഡുകളൊക്കെ ഉണ്ട്. റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെ ഓടിച്ചാലും 650cc ആണ്. അതിൻ്റെ ഒരു ക്യാരക്ടർ അത് കാണിക്കും. സോ എക്കോ മോഡൽ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ സാധാരണ നമ്മുടെ ബുള്ളറ്റ് എങ്ങനെയാണോ പവർ ഡെലിവറി ചെയ്യുന്നത് അതിൻ്റെ ഒരു 10x, അതായത് കുറച്ചുകൂടെ ഒരു എന്താ ഇപ്പോൾ പറയുക, ലീനിയറായിട്ട് കയറും, പക്ഷേ കുറച്ചുകൂടെ പവർ നമുക്ക് കിട്ടും. അതുപോലൊരു പവറാണ് ഇതിന് കിട്ടുന്നത്. അടുത്ത മോഡൽ ഇടുമ്പോഴത്തേക്കും ഈ സാധനത്തിൻ്റെ ക്യാരക്ടർ അങ്ങ് മാറും. നമ്മുടെ ഒരു GT അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്ററൊക്കെ ഓടിക്കുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് കുറച്ചൊക്കെ മാറും. അത്രയൊന്നും കയറി വരത്തില്ല, പക്ഷേ കുറച്ചൊക്കെ ക്യാരക്ടർ മാറും. അതാണ് എൻ്റെ സെക്കൻഡ് പോസിറ്റീവ്. തേർഡ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷനും ഇരിപ്പും, അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം കൂടെ എടുത്ത് പറയണം. സൂപ്പർ മീറ്റിയർ 650 ഓടിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു രസമില്ലാത്തൊരു സസ്പെൻഷനാണ്. അതായത് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബംസൊക്കെ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബാക്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അത്രയ്ക്കില്ല. അത്യാവശ്യം ഒരു 650cc റോയൽ എൻഫീൽഡ് ഞാൻ ഇതുവരെ ഓടിച്ചതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് നമുക്കൊരു പോസിറ്റീവ് സൈഡിൽ കൂട്ടാം. ഇനി അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിൻ റിലയബിലിറ്റി കാര്യങ്ങളൊക്കെയാണ്. കുറേ കാലമായിട്ട് ഈ ഒരു വാഹനം നിരത്തിലുണ്ട്. നല്ലൊരു എഞ്ചിനാണ്, അത്യാവശ്യം പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഒരു പോസിറ്റിവിറ്റിയാണ്. ഒരു 650cc വാഹനം ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡിലേ ഉള്ളൂ. സിംഗിൾ സിലിണ്ടറിൽ വേറെ ഇവരൊക്കെ ഇറക്കുന്നുണ്ട്, ബ്രാൻഡിൻ്റെ പേര് ഞാനെടുത്ത് പറയുന്നില്ല. പക്ഷേ ട്വിൻ സിലിണ്ടറിൽ 650cc ഒരു വാഹനം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു വാഹനം, അത്യാവശ്യം ചീപ്പായിട്ട് നമ്മുടെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനം ഇറക്കി വിടുന്നത് റോയൽ എൻഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. സോ ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ നെഗറ്റീവ് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം, ഒരു പോസിറ്റീവോടെ പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് പറയാം. ഒരു പോസിറ്റീവും കൂടെ ഉണ്ട്. ആ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്സാണ്. സാധാരണ ബുള്ളറ്റ് ഓടിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അതിൻ്റെ ബ്രേക്ക് നമുക്ക് കോട്ടയത്ത് പിടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടെ നിന്ന് നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, ഒരു BS3 BS4 വാഹനങ്ങളുടെ കാര്യമാണ്. അത് കഴിഞ്ഞ് ഈ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്രേക്ക് സ്പോട്ട് ഓൺ ആണ്, പിടിച്ചെടുത്ത് നിൽക്കും. വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു ബ്രേക്ക് വരുന്നത്. അത്യാവശ്യം നൈസ് ബ്രേക്കിംഗ് ആണ് ഈ ഒരു വാഹനത്തിന്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ നെഗറ്റീവ്സിലേക്ക് കിടക്കാം. നെഗറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ള ബ്രേക്സിൻ്റെ കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ ബാക്ക് ബ്രേക്ക് മാത്രം, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാതെ ബാക്ക് മാത്രമായിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഫിഷ് ടെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ABS ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഇമ്പാക്റ്റിനെ ഈ ഒരു വാഹനം തടയുന്നുണ്ട്.
എനിക്ക് നെഗറ്റീവായിട്ട് ആകപ്പാടെ തോന്നുന്നത് അത് മാത്രമേ ഉള്ളൂ. വേറെ നെഗറ്റീവ്സ് ഒന്നും ഈ ഒരു വാഹനത്തിന് എനിക്ക് തോന്നിയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു ലുക്കുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബുള്ളറ്റ് ക്ലാസിക്, അതാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു 650cc ഇറക്കിയിട്ട് ഇത്രയും ലുക്കോട് കൂടിയിട്ട്, ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ട്, ഇത്രയും പവറോട് കൂടിയിട്ടൊരു വാഹനം ഇറക്കി കഴിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞു കൊല്ലുന്നതിലും ഭേദം ഈ ഒരു വാഹനം നമ്മളൊരു കൾട്ട് ക്ലാസിക് ഒരു സാധനമായിട്ട് നമ്മൾ കണക്കാക്കി മാക്സിമം വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. കാരണം കുറേ കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ വില കൂടും, കുറേ കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ഡിമാൻഡും കൂടും. അപ്പോൾ നമുക്ക് വില കുറഞ്ഞിരിക്കുന്ന സമയത്തൊരു വാഹനം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും, ഭയങ്കര നൈസായിരിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. ഈ ഒരു വാഹനം, അതായത് ഈ ഒരു കളർ വരുമ്പോഴത്തേക്കും 429 ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ക്രോമിലേക്ക് പോകുമ്പോൾ, അതായത് ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഏകദേശം 4.5 രൂപ അടുപ്പിച്ച് 449 സംതിങ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എടുത്തിട്ട് കഴിഞ്ഞാൽ വർത്തായിട്ടുള്ളൊരു വാഹനമാണ്. 650cc വാഹനമാണ്, ഇത്ര ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കയറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഈ ഒരു വാഹനം എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വെയിറ്റ് ഉള്ളവർക്കും ഈ ഒരു വാഹനം സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് ഒട്ടും അഭിപ്രായമില്ല. കാരണം വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം 240 കിലോയോളം ഈ ഒരു വാഹനത്തിന് വെയിറ്റ് ഉണ്ട്. ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റുന്നവർ മാത്രമേ ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പണി കിട്ടി എന്ന് എൻ്റെ അടുത്ത് പറയരുത്. പിന്നെ ഞാനൊരു റോയൽ എൻഫീൽഡ് ഫാനാണ് ബേസിക്കലി. എൻ്റെ കയ്യിൽ റോയൽ എൻഫീൽഡുകൾ ഒരുപാടുണ്ടായിരുന്നു, അത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും വർത്തായിട്ട് എൻ്റെ നെക്സ്റ്റ് ബൈ ഈ ഒരു വാഹനമായിരിക്കും. ബൈക്ക് ഇനി ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ബൈ ഈ ഒരു വാഹനമായിരിക്കും. സോ അധികം പേരെ ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. അധികം ആളുകൾ ഷോറൂമിലേക്കൊന്നും വരുന്നില്ല. ടെസ്റ്റ് ഡ്രൈവ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങൾ ഓടിച്ച് നോക്കുക. നിങ്ങൾ വാഹനം വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഇത്രയും നല്ലൊരു വാഹനത്തിന് ഓടിച്ച് നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് വേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം ഓടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഷോറൂമിലേക്ക് പോവുക. അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് ഇവിടെ ഉണ്ട്, സെൻറ്റ് മേരീസിലോട്ട് വരിക. തിരുവല്ലയിൽ സെൻറ്റ് മേരീസിലോട്ട് വരിക. എന്നിട്ട് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. കാരണം അതുപോലെ ഉള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ കുറച്ച് വിൻറ്റേജ് മോഡലാണ്, മീൻസ് അതിൻ്റെ ഡിസൈൻ ഒരു വിൻറ്റേജ് ഡിസൈനാണ്. ഇതിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പ്രൈസും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്തേക്കാം. കാരണം അധികം വാചകം അടിച്ചിട്ട് എൻ്റെ ചാനലിൽ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു വണ്ടി ഭ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു വണ്ടി വന്നപ്പോൾ, മാർക്കറ്റിൽ വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഓടിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഇതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ഒരു വാഹനത്തിന് 650cc ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് പാർട്സ് കിട്ടുന്നൊരു വാഹനമാണ്. അതുപോലെ റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനവും ആണ്. പിന്നെ മെയിൻ്റനൻസ് ഷോറൂംസ് ഇഷ്ടം പോലെ ഉണ്ട് റോയൽ എൻഫീൽഡിന്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയും കണ്ടുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓടിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കുക. കാരണം ഞാൻ ഇത്ര റെക്കമെൻഡ് വേറൊരു വാഹനത്തിനും ചെയ്തിട്ടില്ല. ഇതിന് ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു വണ്ടിയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിവ്യൂ. ദിസ് ഇസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ്. ഇനി അടുത്തൊരു വീഡിയോ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഉടനെ തന്നെ കാണും. ഞാൻ മറ്റേ യൂട്യൂബിൽ കൂടെ കാശുണ്ടാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സമയം കൂടെ നോക്കിയിട്ട് നമ്മൾ നല്ല നല്ല വാഹനങ്ങൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നല്ല അടിപൊളി വീഡിയോസ് വണ്ടികളുടെയും അതുപോലെ തന്നെ വേറെ പല വീഡിയോസും നമ്മുടെ ചാനലിലൂടെ വരും. സോ ദിസ് ഇസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം നൗ.